കുക്കിംഗ് വീഡിയോ കേട്ടോ. അപ്പം ഞാൻ ഇന്ന് കറി വയ്ക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ. ഇന്ന് ഞാൻ കോളിഫ്ലവറാണ് കറി വയ്ക്കുന്നത് കേട്ടോ. എല്ലാവർക്കും അറിയാം, പക്ഷെ നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ വയ്ക്കുന്ന രീതിയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ബാ, ഇവിടെ കോളിഫ്ലവർ കട്ട് ചെയ്ത് നമ്മൾ മുളക് പൊടി വിട്ട മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയെടുത്ത് വെച്ചേക്കുന്നതാണ്. ഇത് കണ്ടോ. പിന്നെ ഞാൻ സവോളയും പച്ചമുളകും പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഇനി ബാക്കി നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ കാണാവേ. അപ്പോൾ ഇതാ കടുക് ഇട്ടിട്ട് സവോള ഇതാ വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ സവോള വഴണ്ട് വന്ന് നമുക്ക് പൊടികൾ ചേർക്കാവേ. പൊടികളൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് ചിക്കൻ മസാല ഇട്ടു, അതുപോലെ മുളക് പൊടി ഇട്ടു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇടാവേ. അപ്പോൾ അതാ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ ഇതെല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ട, ഇത് ജസ്റ്റ് നമുക്കൊന്ന് മൂടി വെച്ച് ഒന്നുകൂടെ ഒന്ന് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പും ഈ സമയത്ത് ഇട്ടിട്ട് വേണം അടച്ചു വെക്കാനായിട്ട്. അപ്പോൾ അതാ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. ഞാൻ ഇടയ്ക്ക് 2-3 തവണ ഇളക്കിക്കിട്ട് കൊടുത്തായിരുന്നു കേട്ടോ. കാണിച്ചു തരാവേ. ഇപ്പം നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് ജസ്റ്റ് ഇത് വേണ്ട നല്ല കുഴഞ്ഞ് എന്നാൽ അധികം ഇതില്ലാത്ത രീതിയിൽ ആയിട്ടുണ്ട്. ഇച്ചിരി വെള്ളം ഞാൻ ഒഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി കൂടെ ഇളക്കിയിട്ട് ഇടാം. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീട്. നമുക്ക് ജസ്റ്റ് ചൂടാറാനായിട്ട് ഇച്ചിരി എടുക്കണം. ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാവേ. ഇച്ചിരി കുരുമുളക് ഇട്ടില്ല, എന്നാലും കുറച്ച് എരിവ് കൂടിയോ ഡൗട്ട്. വേറെ കുഴപ്പമൊന്നും തോന്നുന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ വയ്ക്കുന്ന കറിയെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത കുക്കിംഗ് കൂടെ ആയിട്ട് പിന്നീട് വരാവേ. ബൈ.